വെൽക്കം ടു ഫോക്കസ് ഏരിയ ക്ലാസ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നതിൽ 6 ഗ്രൂപ്പുകൾ ഉണ്ട്. അതായത് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 18. 6 ഗ്രൂപ്പുകളാണ് ഉള്ളത്. +1-ൽ 2 ഗ്രൂപ്പുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഗ്രൂപ്പ് 13-ഉം ഗ്രൂപ്പ് 14-ഉം. ഗ്രൂപ്പ് 13-നെ ബോറോൺ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. ഗ്രൂപ്പ് 14-നെ കാർബൺ ഫാമിലി എന്ന് വിളിക്കും. നമ്മുടെ ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. 1. ഡൈബോറേൻ. ബോറോൺ ഫാമിലിയിലെ ആദ്യത്തെ മെമ്പറാണ്, ആദ്യത്തെ എലമെൻ്റാണ് ബോറോൺ. ബോറോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ഡൈബോറേൻ. ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി ഗ്രൂപ്പ് 14-ൽ നിന്നുള്ള ഏരിയയാണ് കാർബൺ ഫാമിലി. അതിലേതൊക്കെയാണ്? അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അലോട്രോപ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കാർബണിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കാർബൺ ഫാമിലി എന്നതിലെ രണ്ടാമത്തെ എലമെൻ്റാണ് സിലിക്കൺ. Si എന്നതാണ് സിമ്പൽ. സിലിക്കണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് സിലിക്കോണുകൾ. ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് ഡൈബോറൈനെ കുറിച്ച് പഠിക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഡൈബോറൈൻ. ഡൈബോറൈനെ കുറിച്ച് വിവരിക്കുക. ഡൈബോറൈൻ എന്നുള്ളതിൻ്റെ ഫോർമുല B2H6 ആണ്. B2H6, 2 ബോറോണും 6 ഹൈഡ്രജനും. B2H6. ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാം. എങ്ങനെയാണ് ഡൈബോറൈൻ നിർമ്മിക്കുന്നത്? 2-3 പ്രിപ്പറേഷൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. 1. പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3, ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇതിൻ്റെ പേരതാണ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ബ്രാക്കറ്റിൽ എഴുതാം. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് LiAlH4. ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ നോക്കൂ. പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് വിത്ത് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ ഡൈഈഥൈൽ ഈഥർ. ഡൈഈഥൈൽ ഈഥർ സോൾവെൻ്റ് ആണ്. അപ്പോൾ ആരൊക്കെ തമ്മിൽ പ്രവർത്തിക്കണം? BF3-യും ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും പ്രവർത്തിച്ചാൽ ഡൈബോറൈൻ കിട്ടും. BF3-യും ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും? ഡൈബോറൈൻ കിട്ടും. അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കൂ. BF3 പ്ലസ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ത് കിട്ടി? ഡൈബോറൈൻ കിട്ടി. B2H6 കിട്ടി. വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ചുരുക്കി പഠിച്ചാലും മതി. BF3 പ്ലസ് LiAlH4 ഗീവ്സ് B2H6 എന്ന് മാത്രം എഴുതിയാലും മതി. കൂടെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എഴുതിയാൽ നല്ലതാണ്. ലിത്തിയം ഫ്ലൂറൈഡ്, അലുമിനിയം ഫ്ലൂറൈഡ്. ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ മുഴുവൻ പഠിക്കുക, അല്ലെങ്കിൽ ചുരുക്കി പഠിച്ചാലും മതി. BF3 എന്ന് എഴുതുക, പ്ലസ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് എഴുതുക, ആരോ മാർക്ക് ഇടുക, ഡൈബോറൈൻ എന്ന് എഴുതുക. അങ്ങനെ ചുരുക്കി എഴുതിയാലും മതി. ഇനി ഒരു ലബോറട്ടറി പ്രിപ്പറേഷൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടാം. എങ്ങനെയാണ് നോക്കൂ.
ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് വിത്ത് അയോഡീൻ. ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് NaBH4, സോഡിയം ബോറോഹൈഡ്രൈഡ് വിത്ത് അയോഡീൻ. അപ്പോൾ ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് വിത്ത് അയോഡീൻ ഗീവ്സ് ഡൈബോറൈൻ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് കിട്ടി. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം ബോറോഹൈഡ്രൈഡ് NaBH4, പിന്നെ അയോഡീൻ I2, കിട്ടുന്നത് B2H6, അതായത് ഡൈബോറൈനാണ്. കൂടെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ സോഡിയം അയോഡൈഡ് പിന്നെ ഹൈഡ്രജനാണ്. കഴിയുമെങ്കിൽ മുഴുവൻ പഠിക്കണം. 10 തവണ എഴുതി നോക്കുക. ഓക്കെ, ഇപ്പം ഡൈബോറൈൻ നിർമ്മിക്കുന്ന ലബോറട്ടറി പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു. ഇനി ഡൈബോറൈൻ എങ്ങനെയാണ് കമേഴ്സ്യലായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് മാനുഫാക്ചർ എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം. നോക്കൂ, ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് BF3 ആൻഡ് NaH. BF3 എന്ന് പറഞ്ഞാൽ ബോറോൺ ട്രൈഫ്ലോറൈഡ്, NaH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രൈഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സ്കെയിൽ എങ്ങനെയാണ് ഡൈബോറൈൻ ഉണ്ടാക്കുന്നത്? ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ BF3 ആൻഡ് NaH. ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ BF3, പിന്നെ ഇതാണ് NaH. എന്താ NaH എന്ന് പറഞ്ഞാൽ വായിക്കുക? സോഡിയം ഹൈഡ്രൈഡ്. അപ്പം 3 പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? BF3യും ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും. മറ്റൊന്ന് സോഡിയം ബോറോഹൈഡ്രൈഡും അയോഡിനും പ്രവർത്തിച്ചാൽ കിട്ടും. മറ്റൊന്ന് BF3യും സോഡിയം ഹൈഡ്രൈഡും. 3 മെത്തേഡ് നമ്മൾ കണ്ടു. ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. ഓക്കെ, ഇനി ഡൈബോറൈൻ്റെ പ്രോപ്പർട്ടീസ് പരിചയപ്പെടാം. കളർലെസ്, പ്രത്യേകിച്ച് നിറമില്ല. ആൻഡ് ഹൈലി ടോക്സിക് ഗ്യാസ്, വിഷവാതകം ആണ്. വിത്ത് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് 180 കെൽവിൻ, 180 കെൽവിനാണ് ബോയിലിംഗ് പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കൂ. ക്യാച്ചസ് ഫയർ സ്പോണ്ടാനിയസ്ലി അപ്പോൺ എക്സ്പോഷർ ടു എയർ. വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ തീ പിടിക്കും. അതൊരു പ്രത്യേകതയാണ്. ക്യാച്ചസ് ഫയർ സ്പോണ്ടാനിയസ്ലി, സ്വമേധയാ തീ പിടിക്കും. അപ്പോൾ എക്സ്പോഷർ ടു എയർ. നോക്കൂ, അതിൻ്റെ ഒരു കെമിസ്ട്രി ഇവിടെ എഴുതിയിട്ടുണ്ട്. ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗീവ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ധാരാളം ചൂട് പുറത്തേക്ക് വിടും. ഡൈബോറൈൻ അല്ലേ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ, അതായത് കത്തുമ്പോൾ ധാരാളം ഊർജം പുറത്തേക്ക് വിടും. കിട്ടുന്ന പ്രൊഡക്റ്റ് B2O3, പിന്നെ വാട്ടറാണ് H2. പുറത്തേക്ക് വിടുന്ന എനർജി നോക്കൂ, ΔH, എൻതാൽപി ചേഞ്ച് എന്നാണ് വായിക്കുന്നത്. ഇത് മറ്റൊരു ചാപ്റ്ററിൽ വിശദമായി പഠിക്കും. ΔH, എൻതാൽപി ചേഞ്ച്. ഇത് ഡെൽറ്റ എന്നാണ് വായിക്കുക. ΔH -1976 കിലോ ജൂൾ പെർ മോൾ. ഇപ്പം ധാരാളം എനർജി പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ. മൈനസ് സൈൻ എന്താണ്? എനർജി അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്നു എന്ന് കാണിക്കുന്നത്. ΔH എന്ന് പഠിച്ചാൽ മതി. ΔH, എൻതാൽപി ചേഞ്ച്. ഈ താഴെയുള്ള സി എന്ന് വേണ്ട കേട്ടോ, ΔH എന്ന് മാത്രം മതി. ΔH -1976 കിലോ ജൂൾ പെർ മോൾ. ഇപ്പോൾ ഡൈബോറൈൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ധാരാളം ചൂട് പുറത്തേക്ക് വിടും. അടുത്ത പോയിന്റ്, വെള്ളവുമായി പ്രവർത്തിക്കും. റെഡിലി ഹൈഡ്രോലൈസ്ഡ് ബൈ വാട്ടർ ടു ഗീവ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് തരും. ഡൈബോറൈൻ വെള്ളവുമായി പ്രവർത്തിച്ച് ബോറിക് ആസിഡ് തരും. BOH ത്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ബോറിക് ആസിഡ് നമ്മൾ ക്യാരം പൗഡറായിട്ട് ഉപയോഗിക്കുന്നത് ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, പക്ഷേ ഫോക്കസ് ഏരിയയിൽ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. ബോറിക് ആസിഡ്, അപ്പോൾ ബോറിക് ആസിഡ് കിട്ടണമെങ്കിൽ ഡൈബോറൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ വെള്ളവുമായി പ്രവർത്തിപ്പിച്ചാൽ മതി. അതായത് ഡൈബോറൈൻ ഹൈഡ്രോലൈസ് ചെയ്താൽ എന്ത് കിട്ടും? ബോറിക് ആസിഡ് കിട്ടും. ഇക്വേഷൻ നിങ്ങൾ നോക്കണം. കൂടെ കിട്ടുന്നത് ഹൈഡ്രജനാണ്. അടുത്തത് വളരെ ഒരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. അമോണിയ റിയാക്ട്സ് വിത്ത് ഡൈബോറൈൻ. അമോണിയ അതായത് NH3 റിയാക്ട്സ് വിത്ത് ഡൈബോറൈൻ
ടു ഫോം ബോറസീൻ. ബോറസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കും, ബോറസീൻ. അതിൻ്റെ ഫോർമുല B3N3H6 ആണ്. ബോറസീൻ്റെ ഫോർമുല എന്താണ്? B3N3H6 ആണ്. ബോറസീൻ ഈസ് ഓൾസോ കാൾഡ് ഇനോർഗാനിക് ബെൻസീൻ. അതിന് മറ്റൊരു പേരുണ്ട് ഇനോർഗാനിക് ബെൻസീൻ. വേറെ ഒരു പേരുണ്ട് ബോറസോൾ എന്ന് വിളിക്കാം, ഓർ ബോറസോൾ. ബോറസോൾ എന്ന് വിളിക്കാറുണ്ട്, ബോറസോൾ. ഇപ്പൊ ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബോറസീൻ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആരാണ് ഇനോർഗാനിക് ബെൻസീൻ? ബോറസീൻ. അതിന്റെ ഫോർമുല എന്താണ്? B3N3H6. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ദ കോമ്പൗണ്ട് ഹാസ് സ്ട്രക്ചറൽ സിമിലാരിറ്റി ടു ബെൻസീൻ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ബെൻസീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബെൻസീൻ്റെ സ്ട്രക്ചറുമായി ഒരു സാദൃശ്യമുണ്ട്. ബോറസീൻ്റെ സ്ട്രക്ചർ ബെൻസീൻ്റെ സ്ട്രക്ചറുമായി സാദൃശ്യമുണ്ട്. നോക്കൂ, ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. 6 മെമ്പേർഡ് റിംഗ്. ബെൻസീൻ ആണെങ്കിൽ എല്ലാം കാർബൺ ആയിരിക്കും അല്ലേ? പിന്നെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഡബിൾ ബോണ്ടൊന്നുമില്ല അല്ലേ? BN ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബോറോണും നൈട്രജൻ. പിന്നെ സൈഡിലൊക്കെ ഹൈഡ്രജനാണ്, 6 ഹൈഡ്രജൻ. ഇപ്പം B3N3H6. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ പെട്ടത് ബെൻസീൻ ആണോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഇതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. ബോറസീൻ ഈസ് ഓൾസോ കാൾഡ് ഇനോർഗാനിക് ബെൻസീൻ ബിക്കോസ് ഇറ്റ്സ് സ്ട്രക്ചറൽ സിമിലാരിറ്റി ടു ബെൻസീൻ. ബെൻസീനുമായി സാദൃശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഏകദേശം കണ്ടു അല്ലേ? പ്രോപ്പർട്ടീസ് കളർലെസ് ആണ്, ടോക്സിക് ആണ് അല്ലേ? വായുവിൽ കത്തും, ധാരാളം ചൂട് പുറത്തേക്ക് വിടും, വെള്ളവുമായിട്ട് പ്രവർത്തിക്കും, പിന്നെ അമോണിയയുമായി പ്രവർത്തിച്ച് കിട്ടുന്ന പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് ബോറസീൻ. ബോറസീനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇനോർഗാനിക് ബെൻസീൻ. ഓക്കെ, ഇനി നമുക്ക് ഡൈബോറൈൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. സ്ട്രക്ചർ. ബോറൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. BH3 എന്നാണ് ബോറൈനെ എഴുതുക, BH3. ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടാണ് BH3. കാരണം നമുക്കറിയാം ബോറോണിന് 3 ഹൈഡ്രജനുമായി ബോണ്ട് ഉണ്ടാക്കിയ അല്ലേ? BH3 എന്ന് പറയുമ്പോൾ ബോറോൺ 3 ഹൈഡ്രജനുമായി ബോണ്ട് ഉണ്ടാക്കും, നമ്മൾ പഠിച്ചതാണ്. സെൻട്രൽ ആറ്റമായ ബോറോണിന് എത്ര ഇലക്ട്രോൺ കിട്ടി? 3 ഹൈഡ്രജനുമായി ബോണ്ട് ഉണ്ടാക്കുമ്പോൾ 6 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അല്ലേ? 6 ഇലക്ട്രോൺ മാത്രമേ സെൻട്രൽ ആറ്റമായ ബോറോണിന് ഉള്ളൂ. 8 ഇലക്ട്രോൺ വേണ്ട സ്ഥലത്ത് 6 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് BH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സെൻട്രൽ ആറ്റമായ ബോറോണിന് 8 ഇലക്ട്രോൺ ഇല്ല. ഇനി എന്താണ് പറയുന്നത് നോക്കൂ. 2 ബോറൈൻ യൂണിറ്റ്സ് കമ്പൈൻ. 2 BH3 യൂണിറ്റുകൾ കൂടിച്ചേരും. 2 BH3 യൂണിറ്റുകൾ കൂടിച്ചേരും. എങ്ങനെ? യൂസിങ് ഒരു മാജിക് ആണ്. യൂസിങ് സ്പെഷ്യൽ ബോണ്ട്സ്. എന്താണ് നമുക്ക് കാണാം? യൂസിങ് സ്പെഷ്യൽ ബോണ്ട്സ് ടു ഫോം ഡൈബോറൈൻ. ഇപ്പം ഡൈബോറൈൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ 2 BH3 യൂണിറ്റുകൾ, അതായത് ബോറൈൻ യൂണിറ്റുകൾ ചില പ്രത്യേക ബോണ്ടുകൾ ഉപയോഗിച്ച് കൂടിച്ചേരും. നമ്മളിതുവരെ അങ്ങനത്തെ ബോണ്ടുകൾ പഠിച്ചിട്ടില്ല. ഒരു പ്രത്യേകതരം ബോണ്ടാണ്. പ്രത്യേകതരം ബോണ്ടുകൾ ഉപയോഗിച്ച് കൂടിച്ചേരും. അങ്ങനെയാണ് ഡൈബോറൈൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. നോക്കൂ, ഡൈബോറൈൻ്റെ സ്ട്രക്ചർ അല്ലേ? BH3 2 കൂടിച്ചേരുമെന്ന് ഞാൻ പറഞ്ഞു. BH ഉണ്ടോ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഡോട്ടാണ് ഇട്ടിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോട്ട് അല്ലേ? ഇവിടെ അതുപോലെ ബോറോൺ ഉണ്ട്, 2 ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനിലേക്കുള്ള ബോണ്ട് ഡോട്ടായിട്ടാണ്. നമുക്കറിയാം സാധാരണ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 2 ഇലക്ട്രോണുകളെയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ബോറോണും ഹൈഡ്രജനും ഉണ്ടോ? ഈ കറുത്ത വര നല്ല സോളിഡ് ലൈനാണ്. ബോറോണും ഹൈഡ്രജനും 2 ഇലക്ട്രോണിനെ പങ്കുവെച്ചു. ഇത് സാധാരണ ബോണ്ടാണ്. അപ്പം സാധാരണ ബോണ്ടുകളെയാണ് ഈ കറുത്ത വര കൊണ്ട് കാണിച്ചിട്ടുള്ളത്. 1, 2, 3, 4. അതായത് 2 ഇലക്ട്രോണുകളെ 2 പേര് പങ്കുവെച്ചു. ബോറോണും ഹൈഡ്രജനും 2 ഇലക്ട്രോണിനെ പങ്കുവെച്ചു. ഇത്തരത്തിലുള്ള ബോണ്ടുകളെ
ടു സെന്റർ ടു ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് വിളിക്കുക. ടു സെന്റർ ടു ഇലക്ട്രോൺ ബോണ്ട്, രണ്ട് സെന്ററുകൾ, ഒന്ന് ബോറോണും മറ്റൊന്ന് ഹൈഡ്രജനും. ഈ രണ്ട് സെന്ററുകൾ രണ്ട് ഇലക്ട്രോണുകളെ പങ്കിട്ടെടുത്തു, ഷെയർ ചെയ്തു. അപ്പോൾ ടു സെന്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് ടു ഇലക്ട്രോൺസ്. ടു സെന്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് ടു ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് ടു സെന്റർ ടു ഇലക്ട്രോൺ ബോണ്ടാണ്. ഇതും അത് തന്നെയാണ്. ഇതും ടു സെന്റർ ടു ഇലക്ട്രോൺ ബോണ്ടാണ്. ഇതും ടു സെന്റർ ടു ഇലക്ട്രോൺ ബോണ്ടാണ്. ഇനി ഇവിടെയാണ് സ്പെഷ്യൽ ബോണ്ട്, നമ്മുടെ മാജിക് അല്ലേ. സ്പെഷ്യൽ ബോണ്ട് ഇവിടെയാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 1, 2, 3 ബോറോൺ ഹൈഡ്രജൻ ബോറോൺ. ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാകണമെങ്കിൽ 4 ഇലക്ട്രോൺ വേണ്ടതാണ്. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. എന്നാൽ 4 ഇലക്ട്രോൺ ഇല്ല. 2 ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് 3 സെന്ററുകൾ കണക്ട് ചെയ്തിരുന്നു. അതാണ് ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. 1 ബോറോൺ ഹൈഡ്രജൻ ബോറോൺ. ഈ 3 സെന്ററുകളും 2 ഇലക്ട്രോൺ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന, ആ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേര് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ്. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അപ്പോൾ നോക്കൂ, ഇതൊരു 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. 4 ഇലക്ട്രോണുകൾ വേണ്ട സ്ഥലത്ത് 2 ഇലക്ട്രോണേ ഉള്ളൂ. കണ്ടോ, ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെയും ഡോട്ടാണ്, ഇവിടെയും ഡോട്ടാണ്. അപ്പം 2 ഇലക്ട്രോണുകളാണ് ഈ 3 സെന്ററുകളെ കണക്ട് ചെയ്തത്. അതുപോലെ താഴെയും ഉണ്ട്, നോക്കൂ, BH, പിന്നെ ഇവിടെയും BH. അപ്പം 4 ഇലക്ട്രോൺ വേണ്ടതാണ് ഇവിടെയും, പക്ഷേ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം 2 ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് 3 സെന്ററുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ബോണ്ട് നമ്മുടെ, അല്ലേ. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇതിനെ ബനാന ബോണ്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. ബനാന ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നോക്കാം. ഇപ്പം ഡൈബോറൈനിൽ 4 ബോണ്ടുകൾ നോർമൽ ബോണ്ടുകളാണ്. ഡൈബോറൈനിൽ 4 ബോണ്ടുകൾ നോർമൽ ബോണ്ടുകളാണ്. അതായത് സാധാരണ കോവാലന്റ് ബോണ്ടാണ്. ഏതൊക്കെയാണ്? 1, 2, 3, 4 അല്ലേ. ഈ സോളിഡ് ലൈൻ, ഈ കറുത്ത വര സാധാരണ കോവാലന്റ് ബോണ്ടാണ്. അതിന് വിളിക്കുന്ന പേര് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബോണ്ട് അല്ലേ. ഒരു ബ്രിഡ്ജാണ്, പാലം. ഒരു മേലെ അല്ലേ ഓവർ ബ്രിഡ്ജ്, മറ്റൊന്ന് ലോവർ ബ്രിഡ്ജ്, മേലേക്കൊന്നും താഴേക്കൊന്നും. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബോണ്ട്. 3 സെന്ററുകളെ 2 ഇലക്ട്രോൺ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ഡൈബോറൈൻ BHB bonds are 3 center 2 electron bonding. അപ്പോൾ ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ടുകൾ ഏത് ടൈപ്പാണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടിങ് ആണ്. ദാറ്റ് ഈസ്, എന്താണ് ഇതിൻ്റെ അർത്ഥം? 3 സെന്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് 2 ഇലക്ട്രോൺസ്. 3 സെന്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് 2 ഇലക്ട്രോൺസ്. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടിന് മറ്റൊരു പേരുണ്ട്, ബനാന ബോണ്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡാംഗ്ലിംഗ് ബോണ്ട്സ് എന്ന് വിളിക്കും. ഡാംഗ്ലിംഗ് ബോണ്ട്സ്. അപ്പോൾ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആർ നോൺ ആസ് ബനാന ബോണ്ട്സ് ഓർ ഡാംഗ്ലിംഗ് ബോണ്ട്സ്. ഇനി നേരത്തെ നമ്മൾ കണ്ട പോയിന്റ് തന്നെയാണ്. നോർമൽ കോവാലന്റ് ബോണ്ട്സ് ആർ ഏത് ടൈപ്പാണ്? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടിങ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് 2 സെന്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് 2 ഇലക്ട്രോൺസ്. ഇനി ഡൈബോറൈൻ്റെ കാര്യം നോക്കിക്കോളൂ. ഡൈബോറൈൻ്റെ ചിത്രം വേറെ രീതിയിലും കൂടെ കാണിച്ചത് മാത്രം. 1, 2, 3, 4 4 ഹൈഡ്രജൻ ബോണ്ട് അല്ലേ, നോർമൽ ബോണ്ടുകളാണ്. 4 ഹൈഡ്രജൻ ബോണ്ടുകൾ നോർമൽ ബോണ്ടുകളാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ ടെർമിനൽ BH bonds are 2 center 2 electron bonds. 2 bridge BHB bonds are 3 center 2 electron bonds. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. 4 ബോണ്ടുകൾ അല്ലേ, സാധാരണ ബോണ്ടുകളാണ്. അത് ഏത് ടൈപ്പാണ്? 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളാണ്. BHB ബോണ്ടുകൾ ഏത് ടൈപ്പാണ്? 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ബനാന ബോണ്ട്,
അല്ലെങ്കിൽ ഡാംഗ്ലിംഗ് ബോണ്ട് എന്നൊക്കെ വിളിക്കും. ഇതിലെ ബോണ്ടിൻ്റെ ലെങ്ത് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. 119 PM പൈക്കോമീറ്ററാണ് ഈ ബോണ്ടിൻ്റെ നീളം. ഇത് 133 PM ആണ് പൈക്കോമീറ്റർ. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻². ബോണ്ട് ആംഗിളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം, നിർബന്ധമില്ല. കണ്ടോ, ഈ ബ്രിഡ്ജായിട്ടുള്ള ബോണ്ട് കാണിച്ചിരിക്കുന്നത് ബ്രിഡ്ജായിട്ടുള്ള ബോണ്ട് അല്ലേ. ഇലക്ട്രോണുകൾ ഇത്രയും ഭാഗത്ത് കാണുന്നുണ്ട്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇത്രയും ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബനാന ബോണ്ട് എന്ന് പറഞ്ഞത്. ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്ന ഒരു ആകൃതി ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ബനാന ബോണ്ട് എന്ന് പറഞ്ഞത്. ബനാന ബോണ്ട് ഇതിങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന ബോണ്ടാണ് അല്ലേ, മേലെയും താഴെയും ഇങ്ങനെ ഉള്ള ഒരു ബോണ്ട്. ഡാംഗ്ലിംഗ് ബോണ്ടാണ്, ഒരു അൺസാറ്റിസ്ഫൈഡ് വാലൻസിയാണ്, അതായത് ശരിയായ ബോണ്ടല്ല എന്നർത്ഥം. 4 ഇലക്ട്രോണുകൾ വേണ്ട സ്ഥലത്ത് 2 ഇലക്ട്രോണുകളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഒരു മറ്റൊരു റെപ്രസെൻറ്റേഷനാണത്. ഹൈഡ്രജൻ്റെ S ഓർബിറ്റൽ ഉണ്ടോ, ബോറോണിൻ്റെ P ഓർബിറ്റൽ. ഇത് ഡോട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഇത് ഡോട്ടിട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും 2 ഇലക്ട്രോണുകളെ കൊണ്ട് അല്ലേ 2 ബോണ്ട് ഉണ്ടാക്കുക. അപ്പം ശരിയായ തരത്തിലുള്ളൊരു ബോണ്ടല്ല. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഡാംഗ്ലിംഗ് ബോണ്ട് അല്ലെങ്കിൽ ബനാന ബോണ്ട് എന്നൊക്കെ വിളിക്കുന്നത്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അപ്പം ഡൈബോറൈനിൽ 2 തരം ബോണ്ടുകളുണ്ട്. ഒന്ന് സാധാരണ ബോണ്ട്, മറ്റൊന്ന് ഏതാണ്, ബനാന ബോണ്ട്, അതായത് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. സാധാരണ ബോണ്ടുകൾ ഏതൊക്കെയാണ്, 1, 2, 3, 4. അത് ഏത് ടൈപ്പാണ്, 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ഏരിയ ഡൈബോറൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു, 2-3 പ്രോപ്പർട്ടീസ് കണ്ടു. ഇതിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും, ഇത് വരച്ചാലും മതി. 4 സാധാരണ ബോണ്ട് ഉണ്ടോ, 1, 2, 3, 4. 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അതായത് 2 സെൻറ്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് 2 ഇലക്ട്രോൺസ്. ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ പ്രത്യേകതരം ബോണ്ടാണ്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. 3 സെൻറ്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് 2 ഇലക്ട്രോൺസ്. ഇങ്ങനെയൊരു സ്ട്രക്ചർ ഡൈബോറൈൻ ഉണ്ട്. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്പെക്ട്രോസ്കോപ്പി വഴി ഇത് തെളിയിച്ചതാണ്. ഇപ്പോൾ ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടിങ്. മറ്റൊരു പേരാണ് ബനാന ബോണ്ട്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.